Hello guys, how are you? I have come to the kitchens and today I will make Yemeni mandi rice. Yemeni chicken kuru mandi. Okay? അപ്പോൾ നമുക്ക് മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ബാക്കി ജോലി പഠിക്കാനുണ്ടെങ്കിൽ അവർ വീഡിയോ നോക്കണം. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി മലയാളത്തിൽ കൃത്യമാക്കി അറിയത്തില്ല. നമുക്ക് പതുക്കെ പതുക്കെ തുടങ്ങിയല്ലോ, പുതിയ അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം. നമുക്ക് മന്തി ഇങ്ങനെ റെഡിയാക്കണം, പണി തുടങ്ങും. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾ കട്ടിങ്സ് ആണ്. സവോള, ക്യാപ്സിക്കൻ, പച്ചമുളക്, തക്കാളി, ഈ 3 ഐറ്റമുള്ളൂ. ബാക്കി താള ഗരം മസാല എടുക്കാം, ഏലക്ക എടുക്കാം, പിന്നെ തക്കോളം എടുക്കാം, പിന്നെ ഗ്രാമ്പു എടുക്കാം. കുറച്ച് ഈ താള പൊടിക്കാതെ ഗരം മസാല വെള്ളത്തിൽ ഇടാൻ വേണ്ടിയതേ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടണം. മന്തിന്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ജീര, സാജീരക എല്ലാം വരും അതിനകത്ത് കേട്ടോ. അപ്പോൾ മസാല ഞാൻ ഒരു പ്ലേറ്റിനകത്ത് മാറ്റിയെടുത്ത്. അപ്പോൾ ഞാൻ മന്തിൻ്റെ കുഴി തുടങ്ങി. അതിനകത്ത് പുക തന്നെ വന്നായിരുന്നു. എൻ്റെ കൂട്ടുകാരനെ കണ്ട് ഞാൻ പേടിച്ചു പോയി. തീ പിടിപ്പിച്ച് തന്നെ ആ അടുപ്പ തുടങ്ങി തീ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചെമ്പ് പൊക്കി, ഒട്ടക പൊക്കി 60-70 കിലോൻ്റെ ചെമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടക ചെമ്പ് പൊക്കി ഞാൻ ഇവിടെ വെച്ച് ബാക്കി പനി തുടങ്ങി. മട്ടൻ്റെ നെയ്യ് നല്ലപോലെ കീരിയെടുത്ത് കഴുകിയെടുക്കണം. അടിപൊളിയായിട്ട് കഴുകിയെടുത്തത് ബാക്കി ഞാൻ ചിക്കനായിട്ട് കട്ട് ചെയ്യാൻ പോയി. ചിക്കന് കട്ട് ചെയ്ത് നല്ലപോലെ എല്ലാം ചിക്കൻ വാഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ വാഷിങ് ചെയ്യും. കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ചിക്കനൊക്കെ കട്ടിങ് ഒക്കെ കഴിയും. പിന്നെ അടിപൊളി അതിനകത്ത് മസാല പിടിപ്പിക്കണം. ബാക്കി ഇത് സൈഡ് ചിക്കൻ്റെ കുത്തിട്ടില്ലെങ്കിൽ മസാല പിടിക്കത്തില്ല. അതിന് വേണ്ടി ചിക്കന് 2 കോഴി ഉണ്ടായിരുന്നു, കൂടുതലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് അൽഫാം മന്തിയാണ് കൂടുതൽ പോകുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ ചിക്കൻ 2 ചിക്കൻ എടുത്തത്. പിന്നെ ഞാൻ എണ്ണ ഇവിടെ തുടങ്ങി ചെമ്പോടെ ചിക്കൻ കഴുകിയെടുത്ത് പിന്നെ എണ്ണ അതിനകത്ത് ഇട്ട് ഒരു പാക്കറ്റ് എണ്ണ, 1.5 പാക്കറ്റ് ഇടുമായിരുന്നു എണ്ണ. ഞാൻ ഒരു പാക്കറ്റാണ് ഇട്ട്. പിന്നെ മട്ടൻ്റെ നെയ്യ് അതിനകത്ത് ആദ്യം എടുത്ത് മൂപ്പിക്കണം. കുറച്ച് മൂപ്പിച്ചത് അടിപൊളിയായിട്ട് താളഗരം മസാല ഞാൻ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാല കുറച്ച് ഒരു 2-3 സെക്കൻഡ് മൂപ്പിച്ചാൽ മതി. ബാക്കി വെജിറ്റബിൾ കട്ടിങ്സ് അതിനകത്ത് മുഴുവൻ ചേർക്കാം. ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നല്ലപോലെ ഇത് ബ്രൗൺ ആക്കാം. ഇച്ചിരി നമുക്ക് പച്ചമുളക് പൊട്ടി കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിനകത്ത് പിന്നെ വെള്ളം ചേർക്കണം. റൈസ് അനുസരിച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ ഓക്കെ ആയി. ഇവിടെ റൈസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കോരി എടുത്ത് വെള്ളം മൊത്തം പോയി കഴിഞ്ഞ് ഇതിനകത്ത് ഉപ്പ് ഇട്ട്, കല്ലുപ്പാണ്, പിന്നെ കറുത്ത നാരങ്ങയാണ്, ഡ്രൈ ലെമൺ പറയണം ഇവിടെ, പിന്നെ മാഗി, പിന്നെ ബട്ടർ ചേർത്ത് കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി അന്നേരം മസാല ഇവിടെ റെഡിയാക്കി, ചിക്കൻ കട്ടിയെടുത്ത് വെച്ച് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് കാണാം. ഇപ്പൊ പണി തുടങ്ങിയല്ലോ. ഇപ്പൊ പടപട മന്തി ഇങ്ങനെ എടുക്കണം, മന്തി ഇങ്ങനെ റെഡിയാക്കണം, നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ മന്തി കുഴിയിൽ ഇറക്കി നല്ലപോലെ പേപ്പറായിട്ട് മൂടും. കാരണം മണ്ണ് വീടണ്ട അതിനകത്ത്. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ട് മൂടി. അപ്പോൾ കുറച്ചൊക്കെ ആയി